അതെ, നമ്മുടെ ആരോഗ്യ മേഖല നല്ല രസമുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങണല്ലേ. സത്യം പറഞ്ഞ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മളൊക്കെ വെറുതെ ആട്ടം കാണുകയല്ലേ. ശരിയല്ലേ? കറക്റ്റ് ആണെങ്കിൽ കേട്ടോ. അതായത് ഉപകരണം മേടിച്ചുകൊണ്ട് വന്നാൽ റെഡിയാക്കി തരാം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ. ഈ ഉപകരണം മേടിക്കുന്നതോടൊപ്പം ഒരു 3 മാസം കോഴ്സ് കൊടുക്കുക ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പം പിന്നെ ആ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരാനുള്ള ചിലവും കുറയ്ക്കാമല്ലോ. ഈ പാവപ്പെട്ട ആൾക്കാരല്ലേ, എന്തിനാണ് നിങ്ങൾ ഇവരെയൊക്കെ ചുറ്റിക്കണത്? ഇത്രയും നാൾ ഇത് നടന്നിട്ട് ഒരു മനുഷ്യൻ പോലും ഇത് പുറത്തു പറഞ്ഞില്ല എന്നുള്ളത് എന്ത് ഖേദകരമായ അവസ്ഥയാണെന്ന് നോക്കി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയാണ്. ആരോഗ്യ കേരളം, പ്രബുദ്ധ കേരളം, നമ്പർ 1, ഗോഡ്സ് ഓൺ കൺട്രി, ഇതെല്ലാം മാറ്റേണ്ട കാലമായി. ഈ പേരുകളൊക്കെ വെറുതെയാണ്. ഈ ഡോക്ടർ പറഞ്ഞ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണ് അല്ലേ? ഈ അല്ല, ഇനി മനഃപൂർവ്വം പുള്ളി പറഞ്ഞതാണെങ്കിൽ അതിന് അന്വേഷിച്ചിട്ട് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ, രണ്ടാമത്തെ വിഷയം. പക്ഷേ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കണ്ണും കൊണ്ട് കാണാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇത്. നമ്മളെല്ലാ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകാറുള്ളതാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകാറുള്ളതാണ്. നമുക്കിതെല്ലാം അനുഭവം ഉള്ളവരായിരിക്കാം ഒട്ടുമിക്ക ആൾക്കാരും അല്ലേ. പക്ഷേ ഈ വിദേശത്തൊക്കെ പോയി ഈ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ പോയി ആ പൈസ കളയാതെ ആ പൈസയ്ക്ക് വല്ല ഉപകരണമൊക്കെ മേടിച്ച് ഈ പാവപ്പെട്ട ആൾക്കാരുടെ ജീവനൊക്കെ രക്ഷിക്കാൻ നോക്ക് സുഹൃത്തുക്കളെ.